എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ളത് ചില കാര്യങ്ങളാണ് കേട്ടോ. എന്തുവാടേ നിങ്ങളൊക്കെ ആ ഒരു പാവം കൊച്ചി എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ഇതിനെ എല്ലാത്തിനും കൂടി നെഗറ്റീവ് അടിക്കാനായിട്ട് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവത്തില്ല, ഉറപ്പാണ്. നിങ്ങളെ എല്ലാവരെയും നരകത്തില് തിളച്ച എണ്ണയിലിട്ട് വറുത്തു കോരും, ഉറപ്പാണ് കേട്ടോ. എന്തുമാത്രം അപരാധങ്ങളാണ് ആ ഒരു പാവം കൊച്ചിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ പാവം കൊച്ചാരാണെന്ന് നിങ്ങൾക്കൊന്നും ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ തമന്നയുടെ കാര്യാട്ടോ, നമ്മുടെ പാവങ്ങളുടെ സ്വന്തം തമന്ന. അപ്പൊ ആ ഒരു തമന്നയെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ തമന്ന ഇങ്ങനെ അടുപ്പിച്ച് ഉദ്ഘാടനങ്ങൾ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. തമന്ന ഭയങ്കര ബിസിയാണ്. ഒരു ദിവസം പോലും പുള്ളിക്കാരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ശരിക്കും വീട്ടിൽ പോകുന്നതിനോ കുഞ്ഞുങ്ങളോടൊപ്പം സമയം കണ്ടെത്തുന്നതിനോ ഒന്നും പറ്റുന്നില്ല. അപ്പോ തമന്നയ്ക്ക് ഉദ്ഘാടനങ്ങൾ തന്നെയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അവർക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടട്ടെ. അവര് ഇനിയും ഒരുപാട് ഉയർന്നു വരട്ടെ. അപ്പൊ ബാറിന്റെ അംബാസിഡർ ഒക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരത്തി ഇനിയിപ്പോ ഉടനെ തന്നെ ബാറിലേക്ക് പോവും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയില്ല, ഇതൊക്കെ ശത്രുക്കൾ ഒരുപക്ഷെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം. ചിലരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മുടെ തമന്ന ബഹ്റിനിലേക്ക് പോവും. അവിടെ 2 ബാറും കൂടി പുതിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ബാറിന്റെയും അംബാസിഡർ ഇവരാണെന്നും അതുപോലെ തന്നെ ആ ഒരു ഉദ്ഘാടനങ്ങളും സംഭവങ്ങളും ഒക്കെ ഇവരാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തില് ശത്രുക്കളെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത് ആണ് എന്നാണ്. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള കല്ല് വെച്ച നുണകൾ പറഞ്ഞുണ്ടാക്കുന്നവരുടെ കണ്ണ് പൊട്ടി കടലിൽ വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്റെ കണ്ണ് പൊട്ടി കടലിൽ വീഴോ? ഇല്ലില്ല. അപ്പൊ ഞാൻ കള്ളം പറയാത്തത് കൊണ്ട് എന്റെ കണ്ണ് പൊട്ടി കടലിൽ വീഴില്ല. പക്ഷെ തമന്നയെ കുറിച്ചിട്ട് അപവാദം പറയുന്ന എല്ലാവരുടെയും കണ്ണ് പൊട്ടി കടലിൽ വീഴും. അപ്പൊ അത് ആ ഒരു കാര്യത്തിൽ അത്രേ പറയാനുള്ളൂ. പിന്നീട് നമ്മുടെ തമന്ന വന്നിട്ട് നാട മുറിക്കുന്നതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ അതിമനോഹരമായിട്ട് നമ്മുടെ തമന്ന നാടയൊക്കെ മുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് തമന്ന അകത്തേക്ക് പോവുകയാണ്. വിളക്ക് തെളിയിക്കുകയാണ് നമ്മുടെ തമന്ന. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് ഈ പുള്ളിക്കാരത്തി ഒരുങ്ങിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഒരാളെ കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞാലും അവർക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് എടുത്ത് പറയുക തന്നെ ചെയ്യും. അങ്ങനെ പറയാതെ കുശുമ്പ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ ഞാന്. തമന്നയുടെ ചില ആരാധകരൊക്കെ പറയും, ഓ നിങ്ങൾക്ക് അസൂയയല്ലേ, നിങ്ങൾ കുശുംബിയല്ലേ എന്നൊക്കെ പറയുന്നെങ്കിലും അവരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്കറിയാലോ, ചക്കക്കുരു കൊടുത്തിട്ടാണ് കമന്റ് ഇടാനായിട്ട് ഇരുത്തിയിരിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരതും പറയും, അതിനപ്പുറവും പറയും. പിന്നെ കമന്റ് ഇടാൻ തുടങ്ങിയിട്ട് 1 വർഷമായവർക്ക് മാത്രം 20 പൈസ പേയ്മെന്റും കൊടുക്കുന്നുണ്ട്. പിന്നെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഫ്രോഡം ഫണ്ടും ഒക്കെ ഇവർക്ക് കൊടുക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടറിയാം. അപ്പൊ എന്തായാലും ഉത്സാഹിച്ചെല്ലാവരും കമന്റ് ഇടും കേട്ടോ. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ജൂനിയർ തമന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. തള്ളി മറിച്ച് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആ പറയുന്ന കാര്യത്തിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ തമന്നയുടെ ഒരു പാട്ടുണ്ട്. എന്റെ അമ്മോ, അടിപൊളി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ചിത്ര ചേച്ചിയൊക്കെ ദൂരെ മാറിയിരിക്കും. ഇനിയിപ്പോ റിമി ടോമിക്കായിരുന്നു കൂടുതൽ ഇങ്ങനെ ചാടി തുള്ളിക്കൊണ്ടൊക്കെ ഉള്ള ഡാൻസ് ഒക്കെ കളിക്കുന്നതിന് നമ്പർ 1 ആയിട്ടിരുന്നത്. ഇനിയിപ്പോ റിമി ടോമിക്കൊന്നും ഗൾഫിലേക്കൊന്നും പോവാനൊന്നും പറ്റില്ല. ആ ഒരു അവസരവും കൂടി നമ്മുടെ പാവപ്പെട്ട തമന്ന നേടിയെടുത്തു എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തമന്നയുടെ പാട്ട് കേട്ടിട്ട് വരാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് തമന്നയുടെ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്തായാലും ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, സംഗീതത്തെ കൊല്ലുന്ന ആളുകളെ മതി ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്കൊക്കെ. അവർ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത് ഇതുപോലെയുള്ള ആളുകളെയാണ്. അതില് ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് സംഗീതത്തെ പച്ചയ്ക്ക് അരച്ച് കലക്കി കൊന്നു തിന്ന ഒരാളിനെ കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നിങ്ങൾ പറയും, നിനക്ക് അസൂയല്ലേടി, ആ പാവങ്ങൾ ജീവിച്ചോട്ടെ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയും. അപ്പൊ ആ പറയുന്നവരോട് ഞാൻ പറയും, കടക്ക് പുറത്ത്. അത്രേ ഉള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ കടക്ക് പുറത്ത്, അത്രേ ഉള്ളൂ. അപ്പോ എന്തായാലും നമുക്ക് ആ പാവങ്ങളുടെ പാട്ട് കണ്ടിട്ട് വരാം.
പാട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ പെൺകുട്ടി പാടിയപ്പോ അതിലേതൊക്കെയോ വരികൾ എങ്ങോട്ടൊക്കെയോ എങ്ങനെയൊക്കെയോ പോയി. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാല് പോട്ടെ പോട്ടെ, ഇനി ഇതേ കുറിച്ചിട്ടൊന്നും നമ്മളൊന്നും പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം നിനക്ക് സുഖയില്ലേടി എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കേൾക്കാൻ. നമ്മൾ എന്തിനാടേ ഈ കമന്റോളികളെയൊക്കെ തെറിവിളി കേൾക്കാനായിട്ടിരിക്കുന്നത്? പിന്നീടെന്ന് വെച്ചാൽ സംഗീതത്തെ കൊല്ലുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും സംഗീതത്തെ കൊന്നു തിന്നുന്ന ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അത് ആരായിരിക്കും ഈ സംഗീതത്തെ കൊന്നു തിന്നുന്ന ആള് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് പലർക്കും ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ എന്തായാലും സംഗീതത്തെ കൊന്നു തിന്നുന്ന അടുത്ത ഒരു ആളിലേക്ക് നമുക്ക് പോവാം. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പൊരു തഴുകുമൊരു തൂവൽ തെന്നലേ. ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കായാലും ഇന്ന് ശുദ്ധമായ സംഗീതത്തിനൊന്നും ഒരു വാല്യൂ ഇല്ല. ഇപ്പൊ ആളുകൾക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ മ്യൂസിക് ഇട്ട് 2 ചാട്ടവും ചാടണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് തുള്ളണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണം, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ തമന്നയുടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു ഡാൻസ് കണ്ടപ്പോഴുണ്ടല്ലോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ആ ഒരു ഡാൻസ് നമുക്ക് കാണണ്ടേ? അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ തമന്നയ്ക്ക് പോലും ഇത്രയും മനോഹരമായിട്ട് ഡാൻസ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പാവങ്ങളുടെ തമന്നയുടെ ആ ഒരു ഡാൻസ് കണ്ടിട്ട് വരാം കേട്ടോ. ഈ ഒരു ഡാൻസ് കണ്ടിട്ട് ആരെങ്കിലും കണ്ടം വഴി ഓടുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, എന്നെ ചാനലിൽ വന്ന് തെറി വിളിക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ തമന്നയുടെ ഡാൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്തായാലും ഈ ഒരു ഉദ്ഘാടനത്തിന് വന്ന ആളുകൾക്ക് കണ്ണും മനസ്സും ഒക്കെ നിറയും. കാര്യം എന്താന്ന് വെച്ചാല് തമന്നയുടെ സെറ്റ് ആയിട്ടുള്ള പാട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ട് കേട്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തമന്ന ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ ആളുകളുടെയും മുന്നിൽ ഇത്രയും മനോഹരമായിട്ട് ഡാൻസ് കളിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്. ഉർവശിയെയും മേനകയെയും രംഭയെയും പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഡാൻസാണ് നമ്മുടെ തമന്ന ചെയ്തത്. ശരിക്കും അത്രയധികം മനോഹരമായിരുന്നു ആ ഒരു ഡാൻസ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു അസൂയയുമില്ല, കുശുമ്പുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ സത്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എവിടെയും വിളിച്ച് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് എന്റേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അടിപൊളിയായിരുന്നു മോളെ തമന്നെ. ഇതുപോലെ നീ ഡാൻസ് ഒക്കെ കളിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ബോളിവുഡിൽ എത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും ഇല്ല. അപ്പൊ എന്തായാലും ആ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വന്ന വല്യമ്മാവന്മാർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ട്. പല്ലില്ലാത്ത ആളുകൾക്കൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വടയൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ വളരെയധികം സന്തോഷമായിട്ടുണ്ടാവും. പിന്നീടെന്ന് വെച്ചാൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ തമന്ന ഒരു അടിപൊളി ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല പകിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ. ചെറിയ മാലയാണെങ്കിലും നല്ല പകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ന് വന്ന ആളുകൾക്കൊക്കെ ഒരുപാട് കണ്ണിന് കുളിർമ നൽകുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പല്ലില്ലാത്ത അപ്പൂപ്പന്മാർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വട സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് തമന്ന. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ തമന്നയ്ക്ക് ഭർത്താവിന്റെ പേര് എടുത്തു പറഞ്ഞാണ് ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതങ്ങനെ തന്നെയാണല്ലോ. ഏതൊരു കുലസ്ത്രീയും ആഗ്രഹിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടുന്നതിന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തമന്ന ഇത്രയും ഉയരങ്ങളിൽ എത്തിയിട്ട് പോലും സ്വന്തം ഭർത്താവിന്റെ പേരിങ്ങനെ രാമ 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 എന്ന് പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ പാടിക്കൊണ്ടിരുന്നിട്ടും ഇവർക്ക് എന്തോ ഒരു ഓർമ്മക്കുറവ് സംഭവിച്ചു പോയി കേട്ടോ. അതായത് നമ്മുടെ തമന്നയ്ക്ക് ഒരു മറവി പറ്റിപ്പോയി. അതായത് ഈ പറയുന്ന നമ്മുടെ സ്വന്തം ഭർത്താവ് മരണപ്പെട്ട ഡേറ്റ് മറന്നുപോയി അത്രേ. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് തമന്ന പറയുന്നത് എന്താണെന്ന് വെച്ചാല്, തമന്നയുടെ ഭർത്താവ് മരണപ്പെട്ട ഡേറ്റ് തമന്നയ്ക്ക് ഓർമ്മയില്ലത്രേ. ഇതിപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തമന്ന പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് വിമർശനങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏത് നേരം ഇങ്ങനെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് മരണപ്പെട്ടുപോയി അദ്ദേഹം, പക്ഷെ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഏത് നേരവും പറഞ്ഞിട്ട് എന്ത് ചെയ്താലും ഇതെന്റെ ഹസ്ബൻഡിന്റെ സന്തോഷത്തിന് വേണ്ടി, എല്ലാം എന്റെ ഹസ്ബൻഡിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നിങ്ങനെ വായ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവര് ഇപ്പോ അദ്ദേഹം മരണപ്പെട്ടു പോയ ഡേറ്റ് ഓർമ്മയില്ല, അതായത് ആ ഒരു വർഷം പോലും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ എന്താണല്ലേ. അപ്പോൾ എന്തായാലും അതേക്കുറിച്ചിട്ട് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വന്ന ഒരു വാൾമാക്രി ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയ ഡേറ്റിനെ കുറിച്ചിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വർഷം, അപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തമന്ന പറയുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്റെ പൊന്ന് തമന്നെ, നിന്നെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കുള്ളൂടാ. അപ്പൊ നമുക്ക് ആ ഒരു മറുപടി കേട്ടിട്ട് വരാം. സൂചേട്ടൻ മരിച്ച വർഷം പോലെ ഏതൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർമ്മ. നമ്മുടെ
ദുരിതം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാറില്ല. അത്രയേ ഉള്ളൂ. അതിനുള്ള ഉത്തരം അതാണ്. എന്റെ വേണ്ടപ്പെട്ട ആൾ മരിച്ച വർഷം ഞാൻ ഓർക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അതെനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ ദുരന്തം, അതായത് എന്റെ ലൈഫിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ആ കറുത്ത അധ്യായത്തെ പറ്റി ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് എനിക്ക് പറയുന്നത്. അപ്പൊ ഇവിടെ തമന്ന പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉണ്ടാക്കുന്ന ദിവസമാണ്. ഒരു കറുത്ത യുഗം, അങ്ങനെയാണോ പറഞ്ഞത്? ഒരു കരിപിടിച്ച അധ്യായമൊന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവര് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ മനഃപൂർവ്വം മറന്നു കളഞ്ഞത്. അതായത് ഭർത്താവ് മരണപ്പെട്ട ആ ഒരു ദിവസത്തെ കുറിച്ച് ഓർക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് പാവം മറന്നു കളഞ്ഞതാണ് എന്നാണ് പറയുന്നത്. എന്തുവാടേ ഇതൊക്കെ? ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് വൈറലാവുന്നതിന് വേണ്ടിയിട്ട് പാവം തമന്ന കൊച്ചിന് ഒരു മറവി ഉണ്ടായിരുന്നില്ല. പക്ഷെ വാപോട്ടാ 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 എന്നാണ് കെട്ടിയോ വിളിക്കുന്നതെന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അർത്ഥം വാ പൊട്ടാ എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വിളിച്ചോണ്ടിരുന്നിട്ടുള്ളത് കേട്ടോ. തമന്ന തെറ്റിദ്ധരിച്ചിട്ട് വേറെ എന്തോ വാ ബൂട്ടാ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മുടെ തമന്നയ്ക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും തമന്ന സീറ്റ് ബെൽറ്റ് ഇട്ട് പോകുന്ന ഒരു രംഗം കൂടിയുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് കണ്ടിട്ട് വരാം. ശാന്തരാകും കേട്ടോ. ആരാധകരും ഒരുപാട് താങ്ക്സ്, നന്ദി. എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രം. ആരാധകരെ ശാന്തരാകും കേട്ടോ. ആരാധകരും ഒരുപാട് താങ്ക്സ്, നന്ദി. എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രം. അതിമനോഹരം. പക്ഷെ തമന്നയ്ക്ക് ഒരു കാര്യത്തിൽ മാത്രം നിർബന്ധമുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ പോയാലും ഏതൊക്കെ രീതി പോയി കഴിഞ്ഞാലും മറഞ്ഞിരിക്കേണ്ട സംഭവങ്ങളൊക്കെ പുറത്ത് കാണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെയാണ് ചില പരദൂഷണ കമ്മിറ്റിക്കാർ പറയുന്നത്. സത്യത്തിൽ ആ പാവം കൊച്ചിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ കണ്ണ് പൊട്ടി കടലിൽ വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഭവം അതൊന്നും അല്ലടേ. ഇതിപ്പോ കുംഭമീന മാസമല്ലേ, എന്തോ ഒരു ഉഷ്ണമാണ്. ആ ഒരു ഉഷ്ണത്തിന്റെ ചൂടില് ആ ചൂട് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാല്, ആ ഒരു ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാല് ഉടനെ ഈ പരദൂഷണ കമ്മിറ്റി വരും ഓരോരോ നുണയും കൊതിയും കൊണ്ട്. എല്ലാ എണ്ണത്തിന്റെയും കണ്ണ് പൊട്ടി കടലിൽ വീഴും. മരിച്ചു കഴിയുമ്പോൾ ഇതിനെയൊക്കെ എല്ലാ എണ്ണത്തിനെയും വറുചട്ടിയിലിട്ട് കോരും. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മുടെ തമന്നക്കുട്ടൻ്റെത്. അപ്പൊ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പൊ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ചക്കക്കുരുവിന് വേണ്ടിയിട്ട് കമന്റ് ഇടാൻ വരുന്ന നമ്മുടെ കമന്റോളികളൊക്കെ നിരന്ന് വരിക. നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും ഞാൻ താങ്ക്സ് എന്ന് മാത്രമേ റീപ്ലൈ തരുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.